അപ്പോൾ നമ്മൾ ഇന്നൊരു നോമ്പ് തുറയ്ക്ക് പോകാൻ കേട്ടോ. നമ്മുടെ സീനിയർ ബാച്ചിലെ കുറച്ച് ചേട്ടന്മാരും നമ്മുടെ ബാച്ചിലെ കുറച്ച് പിള്ളേരും കൂടെ ഒരു നോമ്പ് തുറ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെയ്യാട്ടൊന്ന് അക്ഷയ നാട്ടിൽ നിന്നിട്ടുണ്ട്. അവനെയും പൊക്കി നമ്മൾ ചേട്ടന്മാർ റൂമിലേക്കാണ് പോകുന്നത്. അവരുടെ റൂമിൽ വെച്ചിട്ടാണ് ഇന്ന് പരിപാടിക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഇതിൻ്റെ ഡിസ്കഷനിലായിരുന്നു. ചേട്ടന്മാരാണ് മെയിനായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്ര പിള്ളേർ വരുന്ന സംഭവമൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാച്ചിൽ നിന്ന് അധികം പിള്ളേർക്ക് വരാൻ പറ്റിയില്ല. കാരണം എക്സാം ആയതുകൊണ്ട് കുറേ പേര് നാട്ടിൽ പോയിട്ടായിരുന്നു. പിന്നെ എക്സാം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മാക്സിമം ഉള്ള നമ്പർ വെച്ച് പരിപാടി സെറ്റാക്കി. തൻവീർക്കാണ് കേട്ടോ നമ്മുടെ ഡെക്കറേഷൻ്റെ എല്ലാ ചുമതലയും നോക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം പുള്ളിക്ക് നല്ല നിർബന്ധമാണ് ഡെക്കറേഷൻ എപ്പോഴും ടോപ്പ് ടിയർ ആയിരിക്കണം. കാരണം പുള്ളി നല്ല സൂപ്പറായിട്ട് വീഡിയോ എടുക്കുന്ന ആളാണ്. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ സെക്ഷനിലും ഡ്യൂട്ടി ഏൽപ്പിച്ച് നമ്മൾ ഓരോ പരിപാടിയായിട്ട് തുടങ്ങി. സത്യം പറഞ്ഞാൽ നാട്ടിൽ നിന്ന് മാറിയ ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നായിരുന്നു ഈ നോമ്പ് തുറ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടി അല്ലെങ്കിൽ നമ്മുടെ കോളേജിലോ സ്കൂളിലോ പഠിച്ച പിള്ളേരുടെ കൂടെ കൂടി ഇതുപോലെ സംഭവം സെറ്റാക്കുമായിരുന്നു. അതിനുശേഷം ഈ കോളേജിൽ വന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് 3 വർഷം ആവാറായി. അതിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി സെറ്റാണ്. അതിന് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറഞ്ഞിട്ട് ചേട്ടന്മാർക്ക് തന്നെ ഉണ്ടോ. കാരണം ഇവരിപ്പോൾ ഇൻറ്റേൺസ് ആണ്. ഇവർക്ക് 6 മാസം കൂടി കഴിഞ്ഞാൽ ഇവർ ഇവിടെ നിന്ന് പോകും. അപ്പോൾ ചേട്ടന്മാർക്ക് ഒരുപാട് നിർബന്ധമുള്ള കാര്യം തന്നെയായിരുന്നു അവർ പോകുന്നതിന് മുമ്പ് നല്ല മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഇവന്റ് എന്താണ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ പ്രതീക്ഷയിലുപരി എത്രയോ നന്നായി ഞങ്ങൾക്ക് ഇവന്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റി. എൻ്റെ ഈ കോളേജിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറീസിൽ ഒന്നായിരിക്കും ഈ ഒരു ദിവസം. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഞങ്ങളുടെ ചേട്ടന്മാരോട് തന്നെയാണ്. കാരണം അവരില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ദിവസവും ഇല്ല. ഇവർ തന്നെയാണ് ഈ ഒരു ദിവസം ഇത്ര കളർഫുൾ ആക്കാൻ ഇത്ര ഹെൽപ്പ് ചെയ്തിട്ടുള്ളതും. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ദിസ് ഈസ് വിബിൻ സൈനിങ് ഓഫ് ആൻഡ് ഐ സീ ദ നെക്സ്റ്റ് വീഡിയോ.